നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെമ്പാടുമുള്ള മോഹൻലാൽ ഫാൻസിനെ പോലെ തന്നെ പള്ളിക്കത്തോട്ടു നിന്നുള്ള മോഹൻലാൽ ഫാൻസും വലിയൊരു ആവേശത്തിലാണ്. മാർച്ച് 27 എന്നുള്ളൊരു തീയതിയെ ഇവർ മാസങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പൂരാൻ എന്ന സിനിമ മാർച്ച് 27-നാണ് റിലീസ് ചെയ്യുന്നത്. ഈ ചിത്രത്തെ അത്യധികം ആവേശത്തോടു കൂടിയാണ് ഇവർ ഏറ്റെടുക്കുന്നത്. ഇതിനായി ഇവർ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിക്കത്തോട് അഞ്ചാനി സിനിമാസിൽ പള്ളിക്കത്തോട്ടിലെ മോഹൻലാൽ ഫാൻസ് ജാഗ്രത ന്യൂസ് ലൈവിനൊപ്പം ഇപ്പോൾ ചേരുകയാണ്. നമുക്ക് ഇവർ എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ള പ്രതീക്ഷകൾ, എത്രത്തോളമാണ് ഇവർ ഈ ഒരു ചിത്രത്തെ കാത്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവരോട് ചോദിച്ചറിയാം. ഇപ്പോൾ പള്ളിക്കത്തോട് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ യൂണിറ്റിന്റെ പ്രസിഡന്റ് കൂടിയ രാഹുൽ നമ്മളോടൊപ്പം ചേരുകയാണ്. രാഹുൽ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ ഒരു എമ്പുരാൻ റിലീസാകുമ്പോൾ ഈ മാർച്ച് 27-ന് എത്രത്തോളമാണ് നിങ്ങളുടെ ആവേശത്തിനാണ്? നമ്മൾ ഈ തിയേറ്റർ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ മോഹൻലാൽ ലാലേട്ടൻ്റെ അതായത് എല്ലാ ഷോയ്ക്കും നമ്മൾ ഫാൻ ഷോയിൽ എടുത്തുകൊണ്ടിരുന്നതാണ്. മരക്കാരുടെ ഷോ ആദ്യത്തെ 2 മണിക്കുള്ള ഷോ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഹൗസ്ഫുൾ ആയിട്ട് കുടുംബസമേതമുള്ള ഹൗസ്ഫുൾ ഷോകൾ നടത്തിയിരുന്നു. തുടക്കം നമുക്ക് ചെറിയ നിരാശകൾ വരുത്തിയെങ്കിലും നമ്മൾ എമ്പുരാന് വേണ്ടി കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രമാണ്. മാത്രമല്ല പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അപ്പം നല്ലൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ സിനിമയെ സ്വീകരിക്കുന്നു. ഇപ്പോൾ നിലവിലിപ്പോൾ വലിയ പ്രതീക്ഷയോട് വന്ന് ഒത്തിരി പടങ്ങൾ മോഹൻലാൽ ഭയങ്കര നിരാശയാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു തിരിച്ചുവരവെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണോ, അതോ അതിൻ്റെ അകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ലാലേട്ടൻ എന്നുള്ള ഒരു ആക്ടറിൽ മാത്രമുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ മാത്രമല്ല ഇതിനകത്ത് പുതിയൊരു ഡയറക്ഷൻ, അതായത് പൃഥ്വിരാജിന്റെ ഒരു ഡയറക്ഷനിൽ നമ്മൾ വിശ്വാസം വരുന്നുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ഇതിൽ ഈ 3 ഫാക്ടറാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓഡിയൻസ് ലാലേട്ടൻ്റെ ഏത് മൂവി എടുത്ത് നല്ല ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതാണ് നമുക്ക് പോസിറ്റീവ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹൈപ്പാണ് ഈ ഒരു ചിത്രത്തിന് കിട്ടുന്നത്. ഇപ്പോൾ എന്താ നമ്മൾ പറയുന്ന പോലെ യാതൊരുവിധ പ്രൊമോഷനും ഇല്ലാതെ, മീൻസ് വലിയ പ്രൊമോഷനും ഇല്ലാതെ വന്ന പടങ്ങൾ പലതും ഈ അടുത്ത കാലത്ത് ഹിറ്റടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഹൈപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷയാണോ അതോ ഒരു ആശങ്കയാണോ സമ്മാനിക്കുന്നത്? ഒരിക്കലും ഒരു ആശങ്ക എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പ്രതീക്ഷയാണ്. കാരണം നമുക്ക് ഏതൊരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് ലാലേട്ടൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. അതിനകത്തൊരു ഏറ്റവും ഹൈപ്പ് കൂടിയ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ പ്രതീക്ഷ വെക്കാവുന്നതാണ്. ഈ പള്ളിക്കത്തോടിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇത്തവണ ഈ എമ്പുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ആഘോഷ പരിപാടികൾ എന്തെങ്കിലും സംഘടിപ്പിക്കുന്നു? ഫസ്റ്റ് നമ്മൾ ഫാൻ ഷോ തന്നെ വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് എല്ലാ ഷോയ്ക്കുള്ള പോലെ തന്നെ 6 മണിക്ക് തന്നെ ഫസ്റ്റ് ഫാൻ ഷോ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഫ്ലെക്സും കാര്യങ്ങളെല്ലാം നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മെയിനായിട്ട് വെച്ചിരിക്കുന്നത്.